ഹായ് ഫ്രണ്ട്സ്, സൺഷൈൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഡോറിൽ ഉപയോഗിക്കുന്ന സെൽഫ് വാട്ടറിംഗ് പ്ലാന്റ് പോട്ടിനെ പറ്റിയാണ്. ഈ പോട്ടിൻ്റെ സാങ്കേതിക വശങ്ങളെപ്പറ്റിയും ഉപയോഗിക്കേണ്ട വിധത്തെപ്പറ്റിയും ഇവിടെ വിവരിക്കാം. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഈ പ്ലാന്റ് പോട്ട് സ്ക്വയർ ഷേപ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റ് പോട്ടിനകത്ത് 10 ലിറ്ററോളം വെള്ളം കൊള്ളും. ഒന്നുകിൽ 10 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 10 ലിറ്റർ പോട്ടിംഗ് മിക്സ്ചർ ഇതിനകത്ത് നിറയ്ക്കാൻ സാധിക്കും. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോഴേക്ക് ഓവർഫ്ലോ ചെയ്ത് പോകാൻ, അതായത് ആവശ്യത്തിലധികം വെള്ളം ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാനായിട്ട് ഒരു ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനേറെക്കുറെ 2 ഇഞ്ചോളം ഉയരമുള്ളതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പ്ലാന്റ് പോട്ടിന് മറ്റൊരു നെറ്റ് കൂടെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റാണ് ഈ ഫ്ലവർ പോട്ടിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ്ചറും പ്ലാന്റും അതിൻ്റെ മുകളിലാണ് വരുന്നത്. വെള്ളത്തിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരത്തില്ല. അപ്പോൾ ഇതിൽ കാണുന്ന ആ 3 പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ, ഈ കാണുന്ന 3 പ്രൊജക്റ്റ് ഡീപ്പായിട്ട് കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് കൊക്കോ പിറ്റ് പ്രസ് ചെയ്ത് നിറയ്ക്കുക. അപ്പോൾ ആ 3 ഹോളിലും നിറയെ കൊക്കോ പിറ്റ് നിറച്ച് കൊടുക്കും. അതെങ്ങനെ, എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ റാന്തലിനും സ്റ്റൗവിനും തിരി ഉപയോഗിച്ച് നമ്മൾ കത്തിക്കും. അപ്പോൾ ആ തിരിയാണ് അതിൻ്റെ ഫ്യൂവൽ മുകളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളം ആ കോക്കോ പീറ്റ് അബ്സോർബ് ചെയ്ത് പ്ലാന്റിൻ്റെ റൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്ന ആ 3 ഉയരമുള്ള ഭാഗങ്ങളാണ് വെള്ളത്തിൽ കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് പ്ലേസ് ചെയ്ത് കഴിയുന്നു. അത് കഴിഞ്ഞ് ഫണലാണ്. ഈ ഫണൽ എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ചെടി ഉള്ളപ്പോൾ തന്നെ സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഈ സ്റ്റോറേജ് ടാങ്കിന് അടിയിലേക്ക് പോകും. അതിൽ ഒരു ട്യൂബും ഒരു ഫ്ലോട്ടിംഗ് മെക്കാനിസവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മെക്കാനിസത്തിൻ്റെത് നമ്മൾ ഫ്ലവർ പോട്ടിനടിയിലെ സ്റ്റോറേജ് ടാങ്കിലുള്ള വെള്ളം എത്രയുണ്ടെന്ന് നമുക്ക് പുറത്തു നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഉയർന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. താഴ്ത്തി കൊണ്ടുവരുമ്പോഴത്തേക്ക് ലെവൽ മുകളിലോട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് പോട്ടിനകത്ത് നമ്മൾ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ലെവൽ മീറ്റർ കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഉപകരണത്തെയും കൂടെ നമ്മൾ ഈ പ്ലാന്റ് പോട്ടിൻ്റെ തന്നിട്ടുള്ള സ്ലോട്ടിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ആ നെറ്റിലെ ഒരു ഹോളിൽ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നു. ആ ഫണൽ സൈഡിൽ കൊടുത്തിട്ടുള്ള സ്ലോട്ടിൽ വെച്ച് ഉറപ്പിക്കുക. ഇനി നമ്മുടെ ചെടിയിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ടുള്ള സൗകര്യം ഈ ഫണലിലാണ് ഒഴിക്കേണ്ടത്. അത് നേരെ പ്ലാന്റ് പോട്ടിൻ്റെ സ്റ്റോറേജ് ടാങ്കിലേക്ക് അത് വിട്ടോളും. ഇപ്പം നമ്മൾ അതിൻ്റെ ലെവൽ കാണാൻ വേണ്ടി ഏറെക്കുറെ 1.5 ലിറ്റർ വെള്ളം ഞാനങ്ങ് നേരിട്ട് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതൊന്നും ഇങ്ങോട്ട് ഉലർത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും, ലെവൽ കൂടിയിട്ട് ലെവൽ ഇൻഡിക്കേറ്ററിൽ അതിങ്ങനെ കാണിക്കും ഉയരം കൂടുന്നതായിട്ട്. ഈ ലെവൽ നമ്മൾ 1.5 ലിറ്റർ ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് ഉയർന്നിരിക്കും, അല്ലെങ്കിൽ അത് ഏറ്റവും ബോട്ടം ലെവലിൽ താഴ്ന്നു കിടക്കും. അപ്പോൾ ഇത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്ലാന്റ് പോട്ടിൽ വെള്ളം ഒട്ടും ഇല്ല, അല്ലെങ്കിൽ ഹാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ലെവൽ ഉയരുന്നുണ്ട്, അത് മുകളിലേക്ക് വരും. നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് വയ്ക്കുന്നതെങ്കിൽ അതിലുള്ള ലെവൽ അത് കാണിക്കും. ഈ ഫണൽ വഴി വെള്ളം ഒഴിക്കാം. ഇവിടെ ഗ്ലാസ് വഴി ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. നമുക്ക് ഈ ഫണലിലൂടെയാണ് വെള്ളം അതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെടി നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫണൽ ഭാഗം ഒന്ന് നോക്കിയാൽ മാത്രം അറിയാം എത്ര വെള്ളം അതിനകത്തുണ്ട്.
ആ ലെവൽ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അനാവശ്യമായിട്ട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഓവർഫ്ലോ പൈപ്പ് വഴി പുറത്ത് പോവുകയും നമ്മുടെ റൂമിലേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ലെവൽ ഇൻഡിക്കേറ്റർ നമുക്കത് കൂടെ പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ സമയവും അതിനാവശ്യമായ വെള്ളം കിട്ടുന്നത് കൊണ്ട് പ്ലാന്റ് വളരെ ഭംഗിയായിട്ട് വളരുകയും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും. സാധാരണ പ്ലാന്റ് പോട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് പോട്ടിനകത്ത് വെള്ളം ഒഴിക്കുന്നു, അതിലുള്ള എക്സസ് വാട്ടർ വന്ന് ബോട്ടത്തിലുള്ള ആ കളക്റ്റിംഗ് ട്രേയിൽ വീഴും. അങ്ങനെ സ്ഥിരം ആ ട്രേയിൽ വെള്ളം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പറ്റുന്നത് കൊതുക് മുട്ടയിടുകയും അതിൻ്റെ കൂത്താടി പെരുകുകയും ചെയ്യും. അത് നമുക്ക് ഒരു വലിയ ഹെൽത്ത് ഹസാർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സൂക്ഷിച്ചാലും ശരി കുറച്ച് വെള്ളം അവിടെ നിൽക്കുകയും കൊതുകും കൂത്താടിയും മുട്ടയിടും. അതേസമയം ഈ സെൽഫ് വാട്ടറിങ്ങിലാണെങ്കിൽ ഇതിനകത്ത് ഈ ജീവികൾക്കൊന്നും പോകാനുള്ള ഒരു വഴിയുമില്ല, യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അത് സേഫാണ്. പിന്നെ ട്രെയിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ വെള്ളം, 1.5 ലിറ്ററോളം വെള്ളമുണ്ട്. നമുക്ക് 2 ആഴ്ച വരെ ഒരു യാത്ര പോവുകയാണെങ്കിലും ഈ ചെടിയെ പരിപാലിക്കുന്നതിന് മറ്റൊരാളുടെ സഹായം വേണ്ട. അപ്പം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഈ തരത്തിൽപ്പെട്ട പ്ലാൻ പോട്ട് മാർക്കറ്റിൽ അവൈലബിളാണ്. പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കമ്പനിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം പോട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഓൺലൈനായി തന്നെ കിട്ടും, അത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അത് ആ ഡീറ്റെയിലും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ പകർത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാത്തിരിക്കുക.